വെൽക്കം ടു ലേണിനോ. ഇത് നമ്മൾ നോക്കുന്നത് RRB NTPSCക്ക് വേണ്ടിയിട്ടുള്ള UN ഓർഗനൈസേഷൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. ഇപ്പൊ UN എന്ന് പറയുന്നത് US പ്രസിഡന്റ് ആയിട്ടുള്ള FD റൂസ്വെൽറ്റ് അദ്ദേഹത്തിന്റെ സജഷൻ പ്രകാരമാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന നെയിം അഡോപ്റ്റ് ചെയ്തത്. ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് 1944 ചേർന്നിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അത് വാഷിങ്ടണിലായിരുന്നു ആ മീറ്റിംഗ്. ആ മീറ്റിംഗിന് ശേഷം എന്ത് ചെയ്തു? 1945 ഒക്ടോബർ 24 1945 ഒക്ടോബർ 24 എന്ത് ചെയ്തു? UNO ഫോം ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UNO എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പൊ UN ചാർട്ടർ, ചാർട്ടർ ഓഫ് ദ UN എന്ന് പറയുന്നത് 1945 ജൂൺ 26 എന്ത് ചെയ്തത്? UN ചാർട്ടർ ഫോം ചെയ്യുന്നത് 1945 ജൂൺ 26. അപ്പൊ 50 രാജ്യങ്ങൾ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 50 രാജ്യങ്ങൾ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം 193 രാജ്യങ്ങളായി മാറി. ഇപ്പൊ ലാസ്റ്റ് സൗത്ത് സുഡാനാണ്. ലാംഗ്വേജ്, UNന്റെ ലാംഗ്വേജ്, വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. 5 പെർമനന്റ് മെമ്പർ USA, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ലീ ആണ്. പ്രസന്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ലീ ആണ്. ഇപ്പോഴത്തെ അന്റോണിയോ ഗുട്ടറസ് ആണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടർ ഓഫ് ദ UN ന്യൂയോർക്ക് USA സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ UNന്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്, ഫ്ലാഗ് ഓഫ് UN എന്ന് പറയുന്നത് വൈറ്റ് UN എംബ്ലം ഉണ്ട് അതിനകത്ത്. എന്തുകൊണ്ട്? വൈറ്റ് UN എംബ്ലം ഉണ്ട്. എന്നിട്ട് എന്താണ്? 2 bent olive leaves ഉണ്ട്. 2 bent olive branches ഉണ്ട്. ഓപ്പൺ അറ്റ് ദ ടോപ്പ്, ടോപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഓപ്പൺ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദം ഈസ് വേൾഡ് മാപ്പ്. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? വേൾഡ് മാപ്പ്. അതിന്റെ ഇടയിൽ വേൾഡ് മാപ്പ് ഉണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ്. ബാക്ക്ഗ്രൗണ്ട് അതാണ് എന്തെന്ന് പറയുന്നത്? UNന്റെ എംബ്ലം എന്ന് പറയുന്നത്, ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റ് UN എംബ്ലം, 2 bent olive branches open at the top and in between them world map on a light blue background ആണ് ഫ്ലാഗ് ഓഫ് ദ UN എന്ന് പറയുന്നത്. ഇനി UNലെ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? UN ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഉണ്ട്. പിന്നീടോ ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് രണ്ടെണ്ണം ആയല്ലോ. പിന്നീടോ ചൈനീസ്. എന്താണ്? ചൈനീസ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? റഷ്യൻ ഉണ്ട്. ഓക്കെ. അപ്പം FD റൂസ്വെൽറ്റ് ചൈനീസ്, ഏതൊക്കെ ലാംഗ്വേജസ് ആണ്? വരുന്നത്? ചൈനീസ്, റഷ്യൻ, അറബിക്. ഏതൊക്കെ ലാംഗ്വേജസാ? ചൈനീസ്, റഷ്യൻ, അറബിക്. ചൈനീസ്, റഷ്യൻ, പിന്നീട് അറബിക് വരുന്നുണ്ട്.
ഏതൊക്കെയുണ്ട്? ചൈനീസ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, അറബിക് ആൻഡ് സ്പാനിഷ്. അറബിക് ആൻഡ് സ്പാനിഷ് ഇത്രയുമാണ് വരുന്നത്. വർക്കിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഏതാണ്? ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. വർക്കിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന് ഏതൊക്കെയാണ്? 1945 ഒക്ടോബർ 24-നാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് എന്ന് പറയുന്നത് നെയിം ഹൂ സജസ്റ്റഡ് യുണൈറ്റഡ് നേഷൻസ് ആണ്. 193 മെമ്പർ കൺട്രീസ് ഉണ്ട്. ലാസ്റ്റ് സൗത്ത് സുഡാൻ ആണ്. വർക്കിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. 5 പെർമനന്റ് മെമ്പർ ആണ്. USA, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. USA, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ട്രിഗ് വീലി ആണ്. പ്രസന്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അടുത്തത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. ഏതാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡ്. 1919. ഇപ്പൊ 1919 ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ്. അടുത്തത് അഡ്വാൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രൊമോട്ട് ഡീസന്റ് വർക്ക് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. 1919-ലാണ് അത് വരുന്നത്. അഡ്വാൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രൊമോട്ട് വർക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ് ILO-യുടെ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ് ആരെന്ന് പറയുന്നത് ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് 1969 എന്ത് കിട്ടുന്നുണ്ട്? 1969 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. നോബൽ പ്രൈസ്, ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. അടുത്തത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് റോം, ഇറ്റലി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ റോം ആണ്, FAO. അത് 1945 ഒക്ടോബർ 16-നാണ് എന്ത് ചെയ്തത് ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1945 ഒക്ടോബർ 16. വേൾഡ് ഫുഡ് ഡേ ആണ് ഒക്ടോബർ 16 എന്ന് പറയുന്നത്. വേൾഡ് ഫുഡ് പ്രോഗ്രാം 1961-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോം തന്നെയാണ്. ഇതിന് നോബൽ പ്രൈസ് 2020 ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നോബൽ പ്രൈസ് 2020 ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേൾഡ് ഫുഡ് ഇൻഡെക്സ് ഒക്കെ ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 ഏപ്രിൽ 7-നാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. 1948 ഏപ്രിൽ 7-ന് എന്ത് ചെയ്യുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. 1948 ഏപ്രിൽ 7-ന് എന്ത് ചെയ്യുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. ഏപ്രിൽ 7 എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഏപ്രിൽ 7 എന്താന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേ. 1948 ഏപ്രിൽ 7 ഫോം ചെയ്യുന്നു. അടുത്തത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. 1989 വേൾഡ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ് വരുന്നത്. 189 മെമ്പർ കൺട്രീസ് ആണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലുള്ളത്. 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസിലൂടെയാണ് വേൾഡ് ബാങ്ക് ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ബാങ്ക് ആണ്. ഇതിന് 4 അനുബന്ധ ഏജൻസികളുണ്ട്. എന്താണ് ഇത്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്.
അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് 1966. അപ്പൊ ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് 1966. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ് 1966. അടുത്തതെന്ന് പറയുന്നത് 1950 എസ്റ്റാബ്ലിഷ് ചെയ്തു. ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ക്ലൈമറ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിനൊക്കെ ഇതെന്ത് ചെയ്യുന്നു, ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനുവരി 1 1955 എന്ത് വരുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനുവരി 1 1995 വരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ വരുന്നത് സ്വിറ്റ്സർലാൻഡ്, ജനീവയിലെ സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ 1967 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ 1967 എന്ത് ചെയ്യുന്നത്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വരുന്നത്. പ്രൊമോഷൻ ഓഫ് IP പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്നോവേഷൻ ആണ് ഈ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ജനീവ, സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ് എന്തെന്ന് വരുന്നത്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ഇന്ത്യ ഇതിൽ ജോയിൻ ചെയ്തത് 1975. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. എന്ത് ചെയ്യുന്നത്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. ഏതാണ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ ആസിയാന്റെ ഒരു വിഷൻ, ആസിയാന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് വൺ വിഷൻ അതുപോലെ വൺ ഐഡന്റിറ്റി ആൻഡ് വൺ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആസിയാന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓഗസ്റ്റ് 8 ആസിയാൻ ഡേ. ഓഗസ്റ്റ് 8 ആസിയാൻ ഡേ. 1967 ഓഗസ്റ്റ് 8 ആസിയാൻ ഡേ. ആസിയാൻ ഫൗണ്ട് ചെയ്തത് 1967 ഓഗസ്റ്റ് 8 ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ജക്കാർത്ത, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് ആസിയാൻ ഡേ ആണ്. 1967 ഓഗസ്റ്റ് 8 അത് ഹെഡ്ക്വാർട്ടേഴ്സ് ജക്കാർത്ത, ഇന്തോനേഷ്യ ആണ് വരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ജക്കാർത്ത, ഇന്തോനേഷ്യ ആണ് വരുന്നത്. അടുത്ത നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സാർക്ക് ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ, സാർക്ക്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. ഈ സാർക്കിന്റെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, ധാക്കയിലാണ്. സാർക്കിന്റെ ആസ്ഥാനം ധാക്ക. സാർക്ക് ഫോം ചെയ്തത് എന്നാണ്, 1985 ഡിസംബർ 8. 1985 ഡിസംബർ 8 എന്ത് വരുന്നത്, സാർക്ക് ഫൗണ്ട് ചെയ്യുന്നത്. സാർക്ക് ഫൗണ്ട് ചെയ്യുന്നത് 1985 ഡിസംബർ 8 സാർക്ക് ഫോം ചെയ്യുന്നു. 1985 ഡിസംബർ 8 സാർക്ക് ധാക്കയിൽ ഫോം ചെയ്യുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു, നേപ്പാളിലാണ്. 7 ഫൗണ്ടിങ് മെമ്പേഴ്സ് ഉണ്ട്. എത്ര ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് സാർക്കിനുള്ളത്, 7 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് സാർക്കിനുള്ളത്. ഏതൊക്കെയാണത്, ഒന്ന് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാള്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. ഇത്രയും രാജ്യങ്ങളാണ് എവിടെയുള്ളത്, സാർക്കിനകത്തുള്ളത്. സാർക്കിനകത്തുള്ളത്
ഏതൊക്കെ 7 ഫൗണ്ടിങ് മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാള്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. അപ്പൊ ധാക്ക 1985 ഡിസംബർ 8. 1985 ഡിസംബർ 8 ചെയ്യുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു, നേപ്പാൾ. 7 ഫൗണ്ടിങ് മെമ്പേഴ്സ് ഉണ്ട്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാള്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നീ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.